നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. 8-ാം തീയതി ഭാരത ബന്ദ്. കേന്ദ്ര സർക്കാരിന്റെ കർഷക ബില്ലിനെതിരെ കർഷക സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. പ്രതിഷേധ സൂചകമായി രാജ്യവ്യാപകമായി നാളെ പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കും. കർഷകർക്ക് ഏറ്റവും ഗുണം നൽകുന്നതാണ് മോദി സർക്കാരിന്റെ കർഷക ബില്ലെന്നും നിലവിലെ പ്രക്ഷോഭങ്ങൾ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്നതാണെന്നും മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. കർഷക ബില്ലിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെ രാജ്യത്ത് പ്രാവർത്തികമാക്കണമെന്നും അൽഫോൺസ് കണ്ണന്താനം. കാഞ്ചിയാറിൽ 50 വയസ്സുകാരിയെ ക്രൂരപീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കാഞ്ചിയാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 2008-ലാണ് കേസിനാസ്പദമായ സംഭവം. പ്രതി പിടിയിലാകുന്നത് 12 വർഷത്തിന് ശേഷം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നാളെ അവസാനിക്കും. 2 ദിവസങ്ങളിലായാണ് ജില്ലയിലെ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 216 പേർക്ക് കൂടി കോവിഡ്. 177 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം. സംസ്ഥാനത്ത് 5718 പേർക്കും കോവിഡ് ബാധിച്ചു. വാർത്തകൾ വിശദമായി. 8-ാം തീയതി ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്ത് കർഷക സംഘടനകൾ. കേന്ദ്ര സർക്കാരിന്റെ വിവാദ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബന്ദ് നടത്തുന്നത്. രാജ്യവ്യാപകമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുവാനും കർഷകർ ആഹ്വാനം ചെയ്തു. വിവാദ കാർഷിക ബില്ലുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാസം 8-ാം തീയതി ഭാരത ബന്ദിന് കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഡൽഹി അതിർത്തിയിൽ തുടരുന്ന സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കർഷക സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തത്. രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുവാനും കർഷകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവാദ നിയമം പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് കർഷക സംഘടനകൾ. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാർ കർഷകരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. നിയമം പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ കർഷക സംഘടനകൾ ഉറച്ചു നിൽക്കുകയാണ്. കർഷക നിയമങ്ങളിൽ കേന്ദ്രം മുൻപോട്ട് വയ്ക്കുന്ന ഭേദഗതികൾക്ക് വഴങ്ങേണ്ടതില്ലെന്നാണ് സംഘടനകളുടെ നിലവിലെ തീരുമാനം. കർഷക സംഘടനകൾ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെയും ഇത് ബാധിക്കും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. കർഷകർക്ക് ഏറ്റവും ഗുണം നൽകുന്നതാണ് മോദി സർക്കാരിന്റെ കർഷക ബില്ലെന്നും നിലവിലെ പ്രക്ഷോഭങ്ങൾ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്നതാണെന്നും മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. കാർഷിക ബില്ലുകൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടക്കെ ബില്ലിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെ രാജ്യത്ത് പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. പിന്നെ ഇപ്പോൾ കർഷക ബില്ല് എടുക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അതിനകത്തൊരു കുത്തും കോമയും മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ പാർലമെൻറ്റ് ചർച്ചയിലൊക്കെ പങ്കെടുത്ത ആളാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ഒരു ആദ്യത്തെ ബില്ലെടുത്തോ, നമ്മുടെ APMC ബില്ലെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ എന്ത് പ്രസക്തിയില്ല. കാരണം APMC ഇല്ല. കച്ചവടക്കാർക്ക് അവർക്ക് സ്റ്റോക്ക് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളവണക്ക് ഇത് വിൽക്കാം. അപ്പോൾ നമുക്ക് ആവശ്യക്കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളായി നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ അത്യാവശ്യ സാധന നിയമം എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാരിന് നല്ല വശമൊന്നും കാണിക്കാതെ കർഷകനെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് റോഡിലിറക്കിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ കർഷകന് ഏറ്റവും നല്ല നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാഞ്ചിയാറിൽ 50 വയസ്സുകാരിയെ ക്രൂര പീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കാഞ്ചിയാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 2008-ൽ നടന്ന സംഭവത്തിൽ 12 വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ചാണ് പ്രതിയായ കൽക്കൂന്തൽ ഈട്ടിത്തോപ്പ് സ്വദേശി പതാലിപ്ലാവിൽ ഗിരീഷിനെ പിടികൂടിയത്. 2008 ഒക്ടോബറിലാണ് കാഞ്ചിയാർ കൈപ്പറ്റയിൽ 50 വയസ്സുള്ള കുഞ്ഞുമോളെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനൊടുവിൽ കൽക്കൂന്തൽ ഈട്ടിത്തോപ്പ് സ്വദേശിയായ പതാലിപ്ലാവിൽ ഗിരീഷിനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പ്രതിയെ തെളിവെടുപ്പിനായി സംഭവം നടന്ന കാഞ്ചിയാറ്റിലെ കൈപ്പറ്റയിലെ കുഞ്ഞുമോളുടെ വീട്ടിലെത്തിച്ചത്.
ബലാത്സംഗത്തിനിടെ എതിർത്ത സ്ത്രീയെ വീട്ടിലുണ്ടായിരുന്ന തവിയും വാക്കത്തിയും ഉപയോഗിച്ചാണ് പ്രതി ആക്രമിച്ചത്. സ്ത്രീയുടെ മുഖത്തും കഴുത്തിലും തലയിലുമേറ്റ പരിക്കാണ് മരണകാരണമായത്. ഇടുക്കി ക്രൈംബ്രാഞ്ച് SP PK മധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും. ഫോറൻസിക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 2002 അയൽവാസിയായ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് 12 വർഷം ശിക്ഷിക്കപ്പെട്ടയാളാണ് ഗിരീഷ്. 2016 സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം എടുത്ത കേസ് വിചാരണയിലാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നാളെ അവസാനിക്കും. ഇന്നും നാളെയുമായാണ് ജില്ലയിലെ എണ്ണൽ കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടക്കുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ തൊടുപുഴ, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ EMHSS കട്ടപ്പന, അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ അടിമാലി, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാർ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ സെന്റ് സെബാസ്റ്റ്യൻസ് HSS നെടുങ്കണ്ടം, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമണ്ണൂർ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇടുക്കി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ പാരിഷ് ഹാൾ സെന്റ് ജോർജ് ഫൊറോന ചർച്ച് കട്ടപ്പന, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ തൊടുപുഴ, അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാനം എന്നിവയിലാണ് കമ്മീഷനിംഗ് സജ്ജീകരിച്ചിരിക്കുന്നത്. അടിമാലി ബ്ലോക്ക് തല മാസ്റ്റർ ട്രെയിനർ റോണി ജോസ് കമ്മീഷനിംഗ് ജോലികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പോസ്റ്റ് 1 എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ ആണ്. പോസ്റ്റ് 1 എന്നുള്ള കോഡ് പോസ്റ്റ് 1 നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ കോഡ് അടിക്കണം. ഇപ്പൊ നിങ്ങളുടെ ടേബിളിനകത്ത് ഓരോരുത്തരുടെയും ഇപ്പം അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉണ്ട്, അതുപോലെ തന്നെ വെള്ളത്തൂരിന്റെ ഉണ്ട്, വൈസമാഴിയുടെ ഉണ്ട്, കൊന്നത്തടിയുടെ ഉണ്ട്, പള്ളിവാസലിന്റെ ഉണ്ട്. ഇതിനെല്ലാത്തിനും നിങ്ങളുടെ ടേബിളിലുള്ള നിങ്ങളുടെ സീറ്റിലുള്ള ഇതിന് പറഞ്ഞ കോഡാണ്. ഇതിപ്പോ അടിമാലിയുടെയാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് അടിക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു പത്താമത്തെ ബട്ടനാണ് 0 ആയിട്ട് ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും നൽകിയ ശേഷമായിരുന്നു മെഷീനുകളുടെ കമ്മീഷനിംഗ് നടത്തിയത്. 34 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളോ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വർക്ക് നടക്കുന്നത്. കൃത്യമായി സുതാര്യമായൊരു ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻ പ്രക്രിയയുടെ ഒരു പ്രധാന പ്രക്രിയയാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർക്കും ആവശ്യമെങ്കിൽ രാവിലെ 10 മണി മുതൽ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നടക്കുന്ന നടപടികൾ വീക്ഷിച്ച് നടപടികളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ അവസരമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. ഇടുക്കി ജില്ലയിൽ 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 216 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 177 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗവ്യാപനം. സംസ്ഥാനത്ത് 5718 പേർക്കും കോവിഡ് ബാധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5718 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 95 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവരുമാണ്. 4991 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചതും. 572 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. ഇടുക്കി ജില്ലയിൽ 2 പേർക്കുൾപ്പെടെ 60 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്ത് നിന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5496 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി. ഇതോടെ സംസ്ഥാനത്ത് 61,401 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 5,61,874 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തിയും നേടി. ഇടുക്കി ജില്ലയിൽ ഇന്ന് 216 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. തൊടുപുഴ നഗരസഭയിൽ 32 പേർക്കും, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ 18 പേർക്കും, അടിമാലി പഞ്ചായത്തിൽ 16 പേർക്കും, നെടുങ്കണ്ടം പഞ്ചായത്തിൽ 12 പേർക്കും, ഇടവെട്ടി കരുണാപുരം പഞ്ചായത്തുകളിൽ 10 പേർക്ക് വീതവും, കുമാരമംഗലം, മൂന്നാർ, പാമ്പാടുംപാറ പഞ്ചായത്തുകളിൽ 9 പേർക്ക് വീതവും, പുറപ്പുഴ, ബൈസൺവാലി പഞ്ചായത്തുകളിൽ 8 പേർക്ക് വീതവും, ഉടുമ്പൻചോല, ഉടുമ്പന്നൂർ പഞ്ചായത്തുകളിൽ 7 പേർക്ക് വീതവും, ഉപ്പുതറ, വണ്ണപ്പുറം, വെള്ളത്തൂവൽ പഞ്ചായത്തുകളിൽ 6 പേർക്ക് വീതവും, ചക്കുപള്ളം, വാഴത്തോപ്പ് എന്നീ പഞ്ചായത്തുകളിൽ 5 പേർക്ക് വീതവും, അയ്യപ്പൻകോവിൽ, കരിങ്കുന്നം, പള്ളിവാസൽ, പെരുവന്താനം എന്നീ പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലും 3 പേർക്ക് വീതവും, അറക്കുളം, കാമാക്ഷി, കൊന്നത്തടി, പീരുമേട് എന്നീ പഞ്ചായത്തുകളിൽ 2 പേർക്ക് വീതവും, ഏലപ്പാറ, കഞ്ഞിക്കുഴി, കാന്തല്ലൂർ, കരിമണ്ണൂർ, കോടിക്കുളം, കുടയത്തൂർ, കുമളി, മറയൂർ, രാജാക്കാട്, രാജകുമാരി എന്നീ പഞ്ചായത്തുകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 177 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചത്. ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത 27 കേസുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അടിമാലി സ്വദേശികളായ 2 പേരുടെയും അടിമാലി മച്ചിപ്ലാവ് സ്വദേശിനിയുടെയും കൊന്നത്തടി സ്വദേശിയുടെയും മൂന്നാർ സ്വദേശിയുടെയും പള്ളിവാസൽ പീച്ചാട് സ്വദേശിയുടെയും അറക്കുളം സ്വദേശിയുടെയും വാഴത്തോപ്പ് കൊക്കരക്കുളം സ്വദേശികളായ 2 പേരുടെയും കരുണാപുരം ചാലക്കുടിമേട് സ്വദേശിനിയുടെയും ഉടുമ്പൻചോല സ്വദേശിയുടെയും കരിങ്കുന്നം സ്വദേശിയുടെയും തൊടുപുഴ മങ്ങാട്ടുകവല സ്വദേശിയുടെയും തൊടുപുഴയിൽ താമസമാക്കിയിരിക്കുന്ന ഇടുക്കി കല്ലാർ സ്വദേശിയുടെയും ബൈസൺ വാലി സ്വദേശിയുടെയും ബൈസൺ വാലി 20 ഏക്കർ പൊട്ടൻകാട് സ്വദേശിനിയുടെയും ബൈസൺ വാലി പൊട്ടൻകാട് സ്വദേശിയുടെയും ബൈസൺ വാലി സ്വദേശിനിയുടെയും രാജാക്കാട് വലിയകണ്ഠം സ്വദേശിയുടെയും രാജകുമാരി സൗത്ത് സ്വദേശിയുടെയും ചക്കൂപ്പള്ളം കുമളി സ്വദേശിയുടെയും ഏലപ്പാറ സ്വദേശിനിയുടെയും കുമളി സ്വദേശിനിയുടെയും പെരുവന്താനം പാലൂർക്കാവ് സ്വദേശിയുടെയും പെരുവന്താനം കോരിത്തോട് സ്വദേശിയുടെയും വണ്ടിപ്പെരിയാർ സ്വദേശിയുടെയും വണ്ടിപ്പെരിയാർ മഞ്ഞുമല എസ്റ്റേറ്റ് സ്വദേശിയുടെയും രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്തതും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ 11 പേർക്കും ജില്ലയിൽ നിന്ന് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് 109 പേർ രോഗമുക്തിയും നേടി. ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതിനൊപ്പം കോവിഡ് വ്യാപനവും അതിരൂക്ഷമാകുന്നു. പോളിംഗിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണ തിരക്കുകൾക്കിടയിൽ സാമൂഹ്യ അകലവും മാസ്ക് ധാരണവുമെല്ലാം മറന്നാൽ ജില്ലയിൽ കോവിഡ് വ്യാപന തോത് ഇനിയും വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ഇപ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് മാറ്റം വന്ന അതിന്റെ പ്രതിഫലനം ഇവിടെ വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം സംസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ നമ്മൾ. സംസ്ഥാനത്ത് നിന്നല്ല ഇങ്ങനെ നമ്മുടെ ബന്ധുജനങ്ങളും ഇല്ല ഇവിടെ വരും. ഇവിടുന്ന് നമ്മളൊക്കെ അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ട് ഇപ്പം കുറെ ആശ്വാസം ഇടുക്കി ജില്ലയിൽ കാണുന്നെങ്കിലും ഇത് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ട് ഒരു മുൻകരുതൽ നടപടി നമ്മൾ ഏറ്റവും ഫലപ്രദമായി സ്വീകരിക്കണം. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കോവിഡിന്റെ പ്രാരംഭഘട്ടത്തിൽ വലിയ മുന്നൊരുക്കങ്ങളായിരുന്നു പഞ്ചായത്തുകൾ തോറും നടത്തിയത്. കോവിഡിനെ പൊരുതിത്തോൽപ്പിക്കാൻ മലയാളികൾ അകലം പാലിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു. പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ബ്രേക്ക് ദ ചെയിൻ പരിപാടിയുടെ ഭാഗമായി കൈകഴുകാൻ സോപ്പും വെള്ളവും പ്രത്യക്ഷപ്പെട്ടു. അദൃശ്യനായ കോവിഡിനെ തളയ്ക്കാൻ മാനവർ വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന അമേരിക്ക പോലും കോവിഡിന് മുന്നിൽ പകച്ചു. പല രാജ്യങ്ങളിലും ദിനംപ്രതി ആയിരങ്ങൾ മരിച്ചു വീണപ്പോൾ കേരളീയരുടെ ആശങ്ക ഇരട്ടിയായി. ഇന്ത്യയിലാദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്തതും കേരളത്തിൽ. പ്രധാനമന്ത്രി രാജ്യം അടച്ചിടാൻ നിർദ്ദേശവും നൽകി. ആകെ പ്രതിസന്ധിയുടെ നിഴലുകൾ. അന്നൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ 10ഉം 20ഉം പോസിറ്റീവ് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. പല സന്നദ്ധ സംഘടനകളും പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കാൻ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ മറിച്ചാണ്. കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ കോവിഡിനെ ആളുകൾ മറന്നു തുടങ്ങി. ഇന്ന് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകൾ 5000-ന് മുകളിലാണ്. ഹൈറേഞ്ചിലും സ്ഥിതി വിഭിന്നമല്ല. ആരോഗ്യ പ്രവർത്തകർ അവരുടെ കടമ അന്നും ഇന്നും ഒരുപോലെ നിറവേറ്റുന്നു. തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതോടെ ആളുകൾ കോവിഡിനെ മറക്കുകയാണ്. സാമൂഹിക അകലം ഇല്ലാതെയാകുന്നു. പോലീസിനെ ഭയന്നും പിഴ ഈടാക്കാനുമായി മാസ്ക് ധരിക്കൽ, ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രോഗികളുടെ എണ്ണം എത്രയാകുമെന്നുള്ളത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. സ്ഥാനാർത്ഥികൾക്കും ഒപ്പം പ്രവർത്തിക്കുന്നവർക്കും പ്രചാരണത്തിൽ കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. നമ്മുടെ മക്കൾക്കായി, സഹോദരങ്ങൾക്കായി, മാതാപിതാക്കൾക്കായി, പൊതുസമൂഹത്തിനായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതോടൊപ്പം ജീവന്റെ വിലയുള്ള ജാഗ്രത കൈവിടരുത് എന്ന സന്ദേശം മറക്കാതിരിക്കുക. NK രാജേഷ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചാൽ കട്ടപ്പന നഗരസഭയെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ അമൃതിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുമെന്ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. കട്ടപ്പനയിൽ NDAയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പ്രധാന നഗരങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടാണ് അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന അമൃത് പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്.
ഗതാഗത പരിഷ്കരണം, ജലവിതരണ പദ്ധതികൾ നടപ്പാക്കൽ, മലിനജല സംസ്കരണം, പാർക്ക് നവീകരണം, നഗരങ്ങളിലെ ഓടകളുടെ നിർമ്മാണം എന്നിവയാണ് ഇതിലെ പ്രധാന പദ്ധതികൾ. കേരളത്തിലുടനീളം നടക്കുന്ന അമൃത് പദ്ധതിയുടെ മൊത്തം ചെലവിന്റെ പകുതി കേന്ദ്ര സർക്കാർ വഹിക്കും. സംസ്ഥാന സർക്കാർ 30%, തദ്ദേശ സ്ഥാപനങ്ങൾ 20% വഹിക്കണം. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചാൽ അമൃത് പദ്ധതിയിലേക്ക് ഹൈറേഞ്ചിൽ നിന്നും കട്ടപ്പന നഗരസഭയെ ശുപാർശ ചെയ്യാമെന്ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. കട്ടപ്പന അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഏതൊക്കെ നഗരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രപ്പോസൽ ഡൽഹിയിൽ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ ഞാൻ ശുപാർശ ചെയ്ത് ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നമ്മുടെ ഭരണം വന്നാൽ തീർച്ചയായിട്ടും നമുക്കത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ടേക്കപ്പ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. കട്ടപ്പനയിൽ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് സന്ദർശന വേളയിലാണ് അൽഫോൺസ് കണ്ണന്താനം പ്രഖ്യാപനം നടത്തിയത്. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലെത്തിയ കണ്ണന്താനത്തിന് ഊഷ്മള സ്വീകരണമാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരുക്കിയിരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് നടത്തിവരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി പറഞ്ഞു. തങ്കമണിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോൺഗ്രസും BJPയും RSSും രാജ്യത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുൻപോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ ഇടുക്കിയിലെ ഭൂപ്രശ്നം ഇത്രയധികം വഷളാക്കിയതിന് പിന്നിൽ UDF ആണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണാധികാരികളെ, മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും തേജോവധം ചെയ്യാൻ ഞങ്ങൾ ചെയ്ത ജനോപകാരപ്രദം ജനക്ഷേമകരമായ പരിപാടികൾ ഇനിയും ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ജനക്ഷേമ പരിപാടികൾ എല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ED പോലുള്ള കേന്ദ്ര ഏജൻസിയുടെയും RSSന്റെയും BJPയുടെ സഹായത്തോടുകൂടി ഐക്യമുന്നണി എന്ന നിലയിൽ UDFകാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം എന്ന കാര്യം പ്രിയമുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇതിനെ നേരിടുക എന്നത് നമ്മുടെ ധർമ്മവും കടമയുമായി തീർന്നിരിക്കുക. UDF എപ്പോഴാണ് ഇവർക്ക് ഭൂപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയോ? കോൺഗ്രസ് പരിഹാരം ഉണ്ടാക്കിയോ? കോൺഗ്രസ് എന്നും ഇവിടുത്തെ കൃഷിക്കാർക്കെതിരല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ പൊതുയോഗമാണ് തങ്കമണി ടൗണിൽ വെച്ച് ചേർന്നത്. ചടങ്ങിൽ വെച്ച് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച LDFനൊപ്പം ചേർന്ന പ്രവർത്തകയ്ക്ക് സ്വീകരണവും നൽകി. ചടങ്ങിൽ ജോയി കുഴിപ്പള്ളിൽ, റോമിയോ സെബാസ്റ്റ്യൻ, PV സതീഷ്, KJ ഷൈൻ, TN രാജൻ, മാത്യു മത്തായി, CM തങ്കച്ചൻ, MK അനീഷ്, MV ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടയാർ. പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ ആദ്യമായി നിറവേറ്റിയത് ഇടതുപക്ഷ സർക്കാരാണെന്നും പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമൻ. ഇടതുമുന്നണി ജില്ലാ സ്ഥാനാർത്ഥി ആശാ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഉപ്പുതറ വളകോട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനങ്ങളും നിറവേറ്റുന്നതിന് പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആദ്യമായാണ് ഒരു സർക്കാർ പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങളും നിറവേറ്റുന്നതും. പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന സർക്കാർ സംസ്ഥാനത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചതായും മന്ത്രി P. തിലോത്തമൻ പറഞ്ഞു. ഉപ്പുതറ വളകോട്ടിൽ LDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ആശാ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷക്കാലമാണ് സംസ്ഥാന ഗവൺമെന്റ് ഭരണകാലയളവ് അനുവദിച്ച് നൽകുന്നത്. ആ 5 വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്യും? അധികാരത്തിൽ വരുന്നത് തന്നെ ജനങ്ങളോട് പറയും, എല്ലാ ഗവൺമെന്റുകളും പറയും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടനപത്രികയായി വാഗ്ദാനമായിട്ട് നൽകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം എത്ര കണ്ട് പൂർത്തിയാക്കി, എത്ര കണ്ട് നിർവഹിച്ചു, അതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിന്റെ പരിശോധന സാധാരണഗതിയിൽ ഒരിക്കലും നടത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ വാഗ്ദാനങ്ങളും ചൊല്ലിയും എല്ലാ മുന്നണികളും എല്ലാ ഗവൺമെന്റുകളും. എന്നാൽ അതെല്ലാം ജനരേഖയായി തീരുന്ന കാഴ്ചയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഈ ഗവൺമെന്റ് വന്നു അധികാരത്തിലേക്ക്, ആ ഗവൺമെന്റ് പറഞ്ഞു ഈ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യും 5 വർഷം കൊണ്ട്. ഞങ്ങൾ 4ാം വർഷത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾ ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കി 4 വർഷം കൊണ്ട്. കണ്ണമ്പടിയിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം മാട്ടുക്കടയിൽ സമാപിച്ചു.
തോട്ടം മേഖല വ്യാപിച്ചു കിടക്കുന്ന ഉപ്പുതറ ഡിവിഷനിൽ തൊഴിലാളികളെ നേരിൽ കണ്ടാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം പുരോഗമിക്കുന്നതും. വളകോട്ട് നടന്ന പ്രചാരണ പരിപാടിയിൽ ES ബിജിമോൾ MLA, MJ വാവച്ചൻ, ജെയിംസ് ടി അമ്പാട്ട്, VR ശശി, മനു ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഭൂപ്രശ്നങ്ങളിലും പട്ടയ വിഷയങ്ങളിലും ഇടുക്കി ജില്ലയ്ക്ക് തികഞ്ഞ അവഗണനയാണ് ഇടതു സർക്കാരിൽ നിന്നും ഉണ്ടായതെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി ജില്ലയിൽ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തിയ ഇടതു പ്രതിനിധികൾ വഞ്ചനയ്ക്ക് കൂട്ടുനിന്നതായും MP കുറ്റപ്പെടുത്തി. കട്ടപ്പന 20 ഏക്കറിൽ നടന്ന UDF സ്ഥാനാർത്ഥി പ്രചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലയുടെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ നാടിനോട് കാണിച്ച തികഞ്ഞ അവഗണനയും ഏതാണ്ട് പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്തു തീർക്കുന്ന വൈരാഗ്യ ബുദ്ധിയോടുകൂടി നാട്ടുകാരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായി മാറി നിൽക്കുക. ഇത്രത്തോളം കഴിഞ്ഞ 4.25 വർഷത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ ഇടതുപക്ഷ പ്രതിനിധികൾ വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഈ നാട്ടുകാരും കരുതിയില്ല. വള്ളക്കടവ്, നിർമ്മല സിറ്റി, വെള്ളയാംകുടി, SN ജംഗ്ഷൻ, പാറക്കടവ്, അമ്പലക്കവല തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം ഡീൻ കുര്യാക്കോസ് MP സംസാരിച്ചു. പരിപാടികളിൽ സ്ഥാനാർത്ഥികളായ തോമസ് മൈക്കിൾ, ലീലാമ്മ ബേബി, പ്രശാന്ത് രാജു, ജോയി വെട്ടിക്കുഴി, മേഴ്സി എന്നിവർ പങ്കെടുത്തു. നേതാക്കന്മാരായ തോമസ് പെരുമന, ഫിലിപ്പ് മലയാറ്റ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. മാങ്കുളവും മൂന്നാറും അടക്കമുള്ള പ്രദേശങ്ങളിൽ കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി കർഷകർ. ജനവാസ മേഖലകളിൽ സ്വൈര്യവിഹാരം നടത്തുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നാണ് കർഷക കുടുംബങ്ങളുടെ ആവശ്യം. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മാങ്കുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാകുകയാണ്. പഞ്ചായത്തിലെ പാമ്പുംകയം അടക്കമുള്ള ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക നാശം വിതച്ചിരുന്നു. തെങ്ങും കമുകുമടക്കം കൃഷിദേഹണ്ഡങ്ങൾ തിന്നു നശിപ്പിച്ചു. പഞ്ചായത്തിലെ തന്നെ താളുംകണ്ടം ഭാഗത്തും കാട്ടാനകളുടെ ശല്യമുണ്ട്. ഇവിടെയും കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മൂന്നാർ മേഖലയിലും കാട്ടാനകളുടെ സാന്നിധ്യം പതിവ് സംഭവമായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിൽ കാട്ടാന ഇറങ്ങിയത് ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിരുന്നു. ആനയിറങ്കൽ മേഖലയിലും കാട്ടാനശല്യം രൂക്ഷമാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ഇവിടെ കാടിറങ്ങിയ ഒറ്റയാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വ്യാപക നാശമാണ് വരുത്തിയിട്ടുള്ളത്. ദിവസം തോറും കാട്ടാനശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ ശ്രമിക്കുമ്പോൾ കൃഷിദേഹണ്ഡങ്ങൾ കൂടി കാട്ടാന നശിപ്പിച്ചാൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ലെന്ന് കർഷകർ പറയുന്നു. വേനൽ കനക്ക് മുമ്പേ കാട്ടാനശല്യം രൂക്ഷമായതും കർഷകരിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. വരും മാസങ്ങളിൽ തീറ്റയും വെള്ളവും തേടി കാട്ടാനകൾ കൂടുതലായും ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അത് കർഷകർക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തും. ന്യൂസ് ബ്യൂറോ, അടിമാലി. കാട്ടുപന്നി ശല്യത്തിൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ കർഷകർ. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുതുംപേട്ടയിൽ ഇന്നലെ രാത്രിയിൽ മാതൃജ്യോതി കർഷക കൂട്ടായ്മയുടെ 500ഓളം കപ്പകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഹൈറേഞ്ചിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാവുകയാണ്. രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങളിലിറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്തുകയാണ്. ചപ്പാത്ത് മരുതുംപേട്ടയിൽ ഇന്നലെ രാത്രിയിൽ കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. മാതൃജ്യോതി കർഷക കൂട്ടായ്മയുടെ 500ഓളം കപ്പത്തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സുഭിക്ഷകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് മരുതുംപേട്ട മാതൃജ്യോതി എന്നൊരു സംഘം രൂപീകരിക്കുകയും ആ സംഘത്തിൽ സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടെ 12 കുടുംബാംഗങ്ങൾ ഞങ്ങളൊരു സംഘം രൂപീകരിച്ചു. ആ രൂപീകരിച്ച പച്ചക്കറി ഞങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. അത് ഈ കാട്ടുപന്നി എന്നുള്ളൊരു ശല്യത്തോടെ ഞങ്ങൾക്കത് ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇത് ഗവൺമെൻറ് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കൊരു നിയമ നടപടികൾ ഉണ്ടാക്കണം. ഞങ്ങൾ പന്നിയെ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ പിന്നെ അതിന് ഞങ്ങളുടെ ഒരു കുറ്റമായി ആരോപിക്കാനുള്ള സാധ്യത ഉണ്ടാകരുത്. ഞങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയെ നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പദ്ധതി കാട് കിടന്ന് ഞങ്ങൾ വെട്ടിത്തെളിച്ചാണ് ഇത് ചെയ്തത്. ഇപ്പോൾ അത് ഞങ്ങൾക്ക് കയറി വരുമെന്ന് കാണുമ്പോൾ വേദനാജനകമായ കാര്യങ്ങളാണ് ഇതിൽ നിന്നുണ്ടായേക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയെ നേരിടുന്നതിനായി സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതിക്ക് രൂപം നൽകിയപ്പോഴാണ് മരുതുംപേട്ടയിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കൃഷി ഇറക്കിയതും. ഞങ്ങൾ 2 ഏക്കർ സ്ഥലം ഇവിടുത്തെ മുമ്പിലിരുന്ന ഒരു CSI പള്ളിയിലെ അച്ഛൻ്റെ സ്ഥലമായിരുന്നു. അത് 3 വർഷത്തേക്കിന് പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. അത് പാട്ടത്തുക ഞങ്ങൾ ഈ വർഷത്തെ പൈസ ഞങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടും പിന്നെ ബാങ്കിൽ നിന്ന് ഞങ്ങൾ ലോണും കൂടെ എടുത്താണ് ആ പൈസ അച്ഛന് കൊടുത്തിരുന്നത്. ഞങ്ങൾ ഈ 3 വർഷം ഇവിടെ കപ്പയും പച്ചക്കറിയും എല്ലാം ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് സുഭിക്ഷ കേരളം പദ്ധതി സർക്കാരിൻ്റെ ഒരു
പിന്തുണ ഇതിനകത്ത് ഞാൻ കൊണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ പന്നി ഇങ്ങനെ ശല്യം ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇത് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും പിന്നെ ഫോറസ്റ്റിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുവാൻ വേണ്ടിയാണ് ഇതിപ്പം ഞങ്ങൾ ഇന്ന് ചാനലുകാരെ വിളിച്ചിരിക്കുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് എല്ലാവരും കണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ തരണമെന്നാണ് കൃഷി വകുപ്പിനോടും കൂടെ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ലോണെടുത്താണ് കർഷക കൂട്ടായ്മയിലെ ആളുകൾ കൃഷി ഇറക്കിയത്. കപ്പത്തൈകളിൽ കിഴങ്ങു പിടിച്ചു വരുന്ന പ്രായമായപ്പോഴാണ് കാട്ടുപന്നികൾ കപ്പത്തൈകൾ നശിപ്പിച്ചതും. എടുത്ത ലോൺ തിരിച്ചടയ്ക്കുവാൻ പോലും നിവൃത്തിയില്ലാതെയാണ് കർഷകർ കഴിയുന്നത്. 2,000 കൂടി കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 500 എവിടെയിൽ കൂടുതൽ കപ്പ ഇപ്പോൾ കാട്ടുപന്നി നശിപ്പിച്ചു. ഈ പന്നിയെ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ പന്നിയെ പിടിക്കും. പന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നഷ്ടപരിഹാരം തന്ന് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. തരിശായി കിടന്ന ഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി സ്നേഹികൾ കൃഷി ഇറക്കിയത്. മാസങ്ങളുടെ അധ്വാനത്തിന് ശേഷമാണ് കൃഷി ഇറക്കിയതും. കൃഷി സംരക്ഷിക്കുന്നതിനായി കൃഷിയിടം മുഴുവൻ പച്ചനെറ്റ് കൊണ്ട് മറച്ചിട്ടുമുണ്ട്. ഈ നെറ്റുകൾ തകർത്താണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിലിറങ്ങിയത്. 1 മാസം മുമ്പ് കാട്ടുപന്നിയുടെ അക്രമത്തിൽ കൃഷികൾ ഭാഗികമായി നശിച്ചിരുന്നു. സർക്കാരിൽ നിന്നും ഇവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിച്ചിരുന്നില്ല. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഈ പാവം കർഷകർ. NK രാജേഷ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. രാസവിഷം ചേർത്ത വെളിച്ചെണ്ണകൾ ഈ നാട്ടിൽ നിരോധിച്ചിരിക്കുന്നു. ഈ വെളിച്ചെണ്ണയിൽ മായം തെളിയിച്ചാൽ 100 പവൻ സ്വർണം സമ്മാനം. 916 കോക്കനട്ട് ഓയിൽ അഗ്നിശുദ്ധിക്ക് തയ്യാർ. ഹൈറേഞ്ചിന് മനം കവരുവാൻ ഇനി മുതൽ കട്ടപ്പനയിൽ ഹൈറേഞ്ച് ബിൽഡേഴ്സും. ടോയ്ലറ്റുകളും ബാത്റൂമുകളും മനോഹരമായി രൂപകൽപ്പന ചെയ്യുവാൻ അത്യാധുനിക സാനിറ്ററി ഫിറ്റിംഗ്സ്. ചുവരുകൾക്ക് നിറപ്പകിട്ടേകുവാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ്. ഗുണനിലവാരമുള്ള ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിനായി പ്രത്യേക വിഭാഗം. സാനിറ്ററി, പെയിന്റ്സ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങി കെട്ടിട നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ മിതമായ നിരക്കിൽ. മനസ്സിനിണങ്ങിയ വീട് പണിയുമ്പോൾ മനസ്സിനിണങ്ങിയ ഇന്റീരിയറും വേണം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഹൈറേഞ്ച് ബിൽഡേഴ്സ്, ITA ജംഗ്ഷൻ, കട്ടപ്പന. ആഘോഷങ്ങൾ എന്നും മലയാളിയുടെ വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിലും കസ്റ്റമേഴ്സിന്റെ സുരക്ഷ വളരെയേറെ പ്രധാനമാണ്. ഗവൺമെന്റിന്റെ എല്ലാ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം 5 നിലകളിലായി ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്ററിന്റെ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. ഷോറൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ കസ്റ്റമേഴ്സിനും ഓട്ടോമാറ്റിക് സാനിറ്റൈസിംഗ് സംവിധാനം, ഗ്ലൗസ്, മെഡിക്കൽ അസിസ്റ്റന്റുമാരുടെ സേവനം, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിച്ചുകൊണ്ടുള്ള ഷോപ്പിംഗ്, ഓരോ കസ്റ്റമറിന്റെ പർച്ചേസിന് ശേഷവും സാനിറ്റൈസേഷൻ. വിശ്വസ്തതയിലും ഗുണമേന്മയിലും വിലക്കുറവിലും ഗായത്രി എന്നും ജനങ്ങളോടൊപ്പം. ആഘോഷിക്കൂ അതിജീവനത്തിന്റെ ഈ നാളുകൾ ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്ററിനൊപ്പം. KG's presents Hilltown. A luxury retreat in the lap of Kattapana. The charm of Sahyadri. Hotel Hilltown, Kattapana, Idukki. ഹൈറേഞ്ചാ, മൂന്നാറില പുതിയ ഷോപ്പോ? എനക്കൊരു പുതു മൊബൈൽ വാങ്ങണം. புது கடையா? எனக்கு ஒரு வாஷிங் மிஷின் வாங்கணும். எனக்கு ஒரு மிஷின் வாங்கணும். എനിക്ക് ആദ്യം ഒരു ടിവി മേടിക്കണം. നമ്മുടെ ഹൈറേഞ്ച് മൂന്നാറിലോ? എങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് വേണം. മൂന്നാറിനി വേറെ റേഞ്ച്. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖലയായ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ പുതിയ ഷോറൂം ഇനി മുതൽ മൂന്നാറിലും. സെയിന്റ് ജോൺ ഓഫ് ഗോഡ് സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സെയിന്റ് റിച്ചാർഡ് പാമ്പുരി വിമൻസ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്കും വർക്കിംഗ് വിമനുമുള്ള അഡ്മിഷൻ തുടരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പഠന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരു കംപ്ലീറ്റ് ഇക്കോ ഫ്രണ്ട്ലി ഹോസ്റ്റൽ. അറ്റാച്ച്ഡ് ആൻഡ് നോൺ അറ്റാച്ച്ഡ് സിംഗിൾ ആൻഡ് ഡബിൾ ബെഡ്റൂംസ്, ഡോർമെട്രീസ്, ഡൈനിങ് ഹാൾ, സ്റ്റഡി ഹാൾ,
പ്രെയർ ഹാൾ, വിനോദത്തിനായി ഇൻഡോർ പ്ലേ ഗ്രൗണ്ട്, മാത്രമല്ല ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ തന്നെ മിനി സ്റ്റോർ, പഠനാവശ്യങ്ങൾക്കായി സിറോക്സ്, ഡോക്യുമെന്റ് സ്കാനിംഗ് കൂടാതെ കൗൺസിലിംഗ് എന്നീ സൗകര്യങ്ങളോട് കൂടിയ റെസിഡൻഷ്യൽ ലേഡീസ് ഹോസ്റ്റൽ. കൂടുതൽ വിവരങ്ങൾക്ക് സെയിന്റ് റിച്ചാർഡ് പാമ്പുരി വിമൻസ് ഹോസ്റ്റൽ, അമ്പലക്കവല, കട്ടപ്പന. കർഷകൻ മണ്ണിനെ തൊട്ടറിയുന്നത് പോലെ ഞങ്ങൾ കർഷകനെയും അറിയുന്നു. കാർഷിക ജലസേചന ഉപകരണങ്ങളുടെ വിൽപ്പനാനന്തര സേവന രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള G&S ഇലക്ട്രിക്കൽ സർവീസ് ഇനി മുതൽ അടിമാലിയിലും. പ്രമുഖ കാർഷിക ജലസേചന കമ്പനികളായ കിർലോസ്കർ, ഹോണ്ട, ജെയിൻ ഇറിഗേഷൻ, L&T എന്നിവയുടെ പമ്പ് സെറ്റുകൾ, ജനറേറ്ററുകൾ, HDPE പൈപ്പുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ ഐറ്റംസ്, സബ്മെർസിബിൾ കേബിൾസ് എന്നിവ മികച്ച ഗുണനിലവാരത്തിലും കുറഞ്ഞ വിലയിലും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. എല്ലാ ഉപകരണങ്ങൾക്കും കസ്റ്റമർ സർവീസും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പാക്കാം ഇനി കുറഞ്ഞ അധ്വാന ഭാരവും മികച്ച പ്രവർത്തനവും. G&S ഇലക്ട്രിക്കൽ സർവീസ്, കട്ടപ്പന, നെടുങ്കണ്ടം, അടിമാലി, കോട്ടയം, എറണാകുളം. അമ്മയുടെ വാത്സല്യവും അച്ഛന്റെ പരിലാളനവും ഏറ്റുവാങ്ങി ജീവിതത്തിന്റെ പടവുകൾ താണ്ടി ഉയർച്ചയുടെ നെറുകയിലെത്തി ഇന്നവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ വഴിത്താരയിൽ ജവഹർലാൽ നെഹ്റു കോളേജിന്റെ കയ്യൊപ്പ്. Courses offered BBA plus Aviation, BCom plus CMA, BCA plus Data Science, Internet of Things, Cyber Security and Forensic Science, BA Multimedia. For more courses and details, please visit our site www.jnias.com. Jawaharlal Nehru Institute of Arts and Science, Balagram, Tookupalam, Idu. കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി GS ഇലക്ട്രിക്കൽ സർവീസ്, നെടുങ്കണ്ടം, കട്ടപ്പന. കാർഷിക ജലസേചന രംഗത്തെ മുൻനിര കമ്പനികളായ കിർലോസ്കർ പമ്പ് സെറ്റുകൾ, എഞ്ചിനുകൾ, ഹോണ്ട ജനറേറ്ററുകൾ, ബ്രഷ് കട്ടറുകൾ, പമ്പ് സെറ്റുകൾ, പവർ സ്പ്രേയറുകൾ, ജെയിൻ ഇറിഗേഷൻ HDP പൈപ്പുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ ഐറ്റംസുകൾ, L&T സ്റ്റാർട്ടറുകൾ, സബ്മെർസിബിൾ കേബിളുകൾ, ഒറിജിനൽ സ്പെയർ പാർട്സുകളും കമ്പനി അംഗീകൃത സർവീസ് സെന്ററുകളും വിലക്കുറവിലും ഗുണമേന്മയിലും വിൽപ്പനാനന്തര സേവനത്തിലും എന്നും നിങ്ങളോടൊപ്പം. GS ഇലക്ട്രിക്കൽ സർവീസ്, നെടുങ്കണ്ടം, കട്ടപ്പന. മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട്. അതുപോലെ വീടിനുമുണ്ട് നിറമുള്ള സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ മാളിയേക്കൽ പൈപ്സ് ആൻഡ് സാനിറ്ററി പുതിയ കാലത്തെ അതിജീവന ശക്തിയുമായി ആധുനിക ജീവിതത്തിന്റെ പകിട്ടോടെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും സാനിറ്ററി വെയർ ആൻഡ് ബാത്ത് ആക്സസറീസ്, ഒപ്പം മറ്റു മികച്ച ബ്രാൻഡുകളും. അതിവിശാലമായ ഷോറൂം, അതിവിപുലമായ കളക്ഷൻസ്, വിലക്കുറവ്, വിശ്വസ്തത, വിൽപ്പനാനന്തര സേവനം. മാളിയേക്കൽ പൈപ്സ് ആൻഡ് സാനിറ്ററി, സെന്റ് സ്റ്റീഫൻസ് ക്നാനായ കാത്തലിക് ചർച്ചിന് എതിർവശം, മാളിയേക്കൽ ബിൽഡിംഗ്, പുളിയന്മല റോഡ്, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പടയൊരുക്കം 2020. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ചാലും ജനപ്രതിനിധിക്കൊപ്പം തന്റെ തൊഴിലും തുടരുവാനാണ് ഇഷ്ടം. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് 5-ാം വാർഡ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മേരികുളത്തെ ലോഡിംഗ് തൊഴിലാളിയുമായ സുമോദ് ജോസഫിന്റെ വാക്കുകളാണിത്. പ്രചാരണ തിരക്കുകൾക്കിടയിലും തന്റെ ലോഡിംഗ് തൊഴിലിൽ ഇപ്പോഴും കർമ്മനിരതനാണ് ഈ സ്ഥാനാർത്ഥി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ജാഗരൂകരായി തെരഞ്ഞെടുപ്പിന്റെ അവസാന വിജയതന്ത്രങ്ങൾ മെനയുകയാണ്. പ്രചരണങ്ങൾക്ക് മാറ്റുകൂട്ടി അനൗൺസ്മെന്റ് വാഹനങ്ങൾ നിരത്തിലൂടെ പാഞ്ഞു തുടങ്ങി. സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയും ചിഹ്നങ്ങളെ വാഴ്ത്തിയും മുന്നണികളുടെ വികസന പ്രവർത്തനത്തെ പ്രകീർത്തിച്ചുമൊക്കെയുള്ള പ്രചരണം നാടെങ്ങും മുഴങ്ങിത്തുടങ്ങി. എന്നാൽ മേരികുളത്ത് പ്രചാരണം വേറിട്ടതാക്കിയുള്ള സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററാണ് കൗതുകമാകുന്നത്. തലക്കെട്ടുകെട്ടി ചുമട്ടുതൊഴിലാളിയുടെ വേഷത്തിലുള്ള സുമോദ് ജോസഫ് എന്ന ഇടതു സാരഥിയുടെ ചിത്രം. പിന്നീട് സ്ഥാനാർത്ഥിയെ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ കണ്ടത് സഹപ്രവർത്തകരോട് തോളോട് തോൾ ചേർന്ന് സിമന്റ് ചാക്ക് തലയിൽ ചുമന്ന് ലോറിയിൽ കയറ്റുന്ന സുമോദ് എന്ന സ്ഥാനാർത്ഥിയെയാണ്. ചുമട്ടുതൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംഘടനാ രംഗത്തേക്ക് ഞാൻ കടന്നു വരികയും ചെയ്തു. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ച് ഈ 5-ാം വാർഡിലെ എല്ലാ ജനങ്ങളെയും അതോടൊപ്പം ഈ നാട്ടിലെ എല്ലാ ആളുകളെയും ഇതിനോടകം മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനുമൊക്കെ ഇതിനോടകം കുറേ കാലങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്.
ജയിച്ചു വന്നാൽ ഒരു മെമ്പർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് നടത്തുവാനും ഈ തൊഴിലാളികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളിൽ, ദൈനംദിന പ്രശ്നങ്ങളിലും എല്ലാം ഇടപെടുവാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ജനവിധി തേടുന്നത്. ആദ്യം സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്ന സുമോദ് പിന്നീട് ലോഡിംഗ് തൊഴിലിലേക്ക് തിരിഞ്ഞു. എന്നാലും ഇപ്പോഴും ഡ്രൈവിങ്ങിനോട് വലിയ കമ്പമാണ് ഇദ്ദേഹത്തിന്. CITUവിന്റെ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമോദിന് പിന്നീട് പാർട്ടി CPIM അയ്യപ്പൻകോവിൽ ലോക്കൽ സെക്രട്ടറിയുടെ ചുമതലയും നൽകി. കഴിഞ്ഞ 8 വർഷക്കാലമായി പാർട്ടിയെ നയിച്ച സുമോദ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവധിയെടുത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് 5-ാം വാർഡിൽ ജനവിധി തേടുന്നത്. പാർട്ടി തലത്തിൽ എത്ര ഉയർച്ചയിൽ ചെന്നാലും തന്നെ വളർത്തിയ തൊഴിലാളികളോടൊപ്പം നിന്ന് തൊഴിൽ ചെയ്യുവാനാണ് ഈ സ്ഥാനാർത്ഥിക്ക് ഏറെ ഇഷ്ടം. മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്നും ഈ തൊഴിലാളി സ്ഥാനാർത്ഥിയെ വ്യത്യസ്തനാക്കുന്നത് പോസ്റ്ററുകളിൽ സാധാരണക്കാരനായി പ്രത്യക്ഷപ്പെട്ടതാണ്. ജയിച്ചാൽ വാർഡിന്റെ വികസനത്തിനൊപ്പം തൊഴിൽ മേഖലയിലും ശ്രദ്ധ നൽകുവാനാണ് സുമോദ് ജോസഫിന്റെ തീരുമാനം. NK രാജേഷ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. സ്ഥാനാർത്ഥിയും തെരുവ് നായും തമ്മിലുള്ള സൗഹൃദം കാഴ്ചകൾക്ക് കൗതുകമാകുന്നു. മുൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് അംഗവും ഇപ്പോൾ ആം ആദ്മി സ്ഥാനാർത്ഥിയുമായ TK ജോസും തെരുവ് നായയും തമ്മിലുള്ള സൗഹൃദത്തിന് 4 ആണ്ടുകളുടെ പഴക്കമുണ്ട്. 4 വർഷങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ പരിക്കുപറ്റി റോഡ് വക്കിൽ കിടന്ന തെരുവുനായിയെ തുങ്ങോല ജോസ് ചേട്ടനാണ് തന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചത്. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് നായുടെ കാലിലെ പരിക്കു മാറിയതും. ജോസ് ചേട്ടനും കുഞ്ഞെന്നു വിളിക്കുന്ന നായുമായി അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഇപ്പോഴും നീളുന്നത്. കഞ്ഞിക്കുഴിയിൽ ലോട്ടറി വ്യാപാരം നടത്തി വന്നിരുന്ന ജോസിന്റെ 3 കടകളുടെയും കാവൽക്കാരനായിരുന്നു ഈ നായി. എന്നാൽ കൊറോണ ഭീതിയിൽ ലോട്ടറി കടകൾ പൂട്ടിയതോടെ നായുടെ ജീവിതവും വഴിമുട്ടി. ഇതോടെ കഞ്ഞിക്കുഴിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ജോസിന്റെ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും കുഞ്ഞെന്ന നായ് എത്താറുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 10-ാം വാർഡിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മൃഗസ്നേഹി കൂടിയായ ജോസേട്ടന്റെ ഇലക്ഷൻ തിരക്ക് മൂലം 2 ദിവസം കാണാതായതോടെ നായക്കുട്ടിയും അസ്വസ്ഥനായി. ജോസിയേട്ടനും നായക്കുട്ടിയും തമ്മിലുള്ള സ്നേഹപ്രകടനം ആരെയും അത്ഭുതപ്പെടുത്തും. ആപത്തിൽ സഹായിച്ച വ്യക്തിയോട് മനുഷ്യർ കാണിക്കാത്ത നന്ദിയും സ്നേഹവുമാണ് തെരുവിൽ വളർന്ന ഈ നായ്ക്കുട്ടി കാണിക്കുന്നതെന്നും ജോസേട്ടൻ പറയുന്നു. 3 വർഷം മുമ്പ് ഒരു ഭയങ്കര മഴയത്ത് വണ്ടിയിടിച്ച് നമ്മുടെ SN ജംഗ്ഷൻ കിടക്കുമായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കൂടി പറഞ്ഞ് ഞാൻ ഒരു കാറേ കയറ്റി മൃഗാശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. ഈ പട്ടീനെ ചികിത്സിക്കാൻ ഒരു മടി കാണിച്ചു. അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ അവസാനം ചികിത്സിച്ചു. പിന്നെ ആ പട്ടി ചികിത്സയൊക്കെ കഴിഞ്ഞ് കാലൊക്കെ ശരിയായി ടൗണിൽ വന്നതിന് ശേഷം ടൗണിൽ തന്നെയാണ് ജീവിതം. അതിനുശേഷം ഞാൻ എവിടെ ഉണ്ടെങ്കിലും എൻ്റെ പുറകെ വീട്ടിൽ വരും. വൈകുന്നേരം ഞാൻ പോകുമ്പോൾ വീട്ടിൽ വരും. വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകും. അതാണ് ഇപ്പോഴത്തെ ഈ പട്ടിയുടെ രീതി. ഇപ്പം എവിടെ വെച്ച് കണ്ടാലും ടൗണിലാണെങ്കിലും എൻ്റെ പുറകെയാണ്. അപ്പോൾ അത് ഇത്രയും സ്നേഹം വേറെ ആരിൽ നിന്നും സ്നേഹമുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ലാജി പ്ലാത്തോട്ടം, ഇടുക്കി വിഷൻ ന്യൂസ്, പടിയേരിക്കണ്ടം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ തയ്യാറാക്കിയ ആനിമേഷൻ വീഡിയോ പുറത്തിറക്കി. സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ പ്ലാസ്റ്റിക്, ഫ്ലെക്സ് തുടങ്ങിയ നിരോധിത വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയും മറ്റ് അനുബന്ധ നടപടികളും സ്വീകരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആനിമേഷൻ വീഡിയോയിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. അല്ല കളപ്പാട്ട, തെരഞ്ഞെടുപ്പിങ് എത്തിയല്ലോ. കൊറോണ ആയതുകൊണ്ട് ഇക്കുറി വലിയ ഉഷാറൊന്നും ഉണ്ടാവൂലല്ലേ? ആര് പറഞ്ഞു? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തന്നെ 5 കൊല്ലം കൂടുമ്പോൾ ഉത്സവമല്ലേ ജാനു? ജാനോടുതി, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഫ്ലക്സ് നാടാകെ അടിച്ചിറക്കുന്നത്. അത് ശരിയാ കാക്കെ. പണ്ടത്തെ കാലത്ത് തുണിയിലോ ചുമരിലോ ആണെങ്കിൽ ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക്കിലാ. പ്ലാസ്റ്റിക് അല്ല ജാനോടുതി, ഫ്ലക്സ്. പിന്നെ ഈ പ്രാവശ്യത്തെ പ്രചരണത്തിന് ഫ്ലക്സോ പ്ലാസ്റ്റിക് അലങ്കാരങ്ങളോ വെച്ച് സ്ക്വാഡ് പിടിച്ചാലേ 10,000, 25,000, 50,000 എന്നിങ്ങനെയാ ഫൈന്. സ്ഥാനാർത്ഥിയും പെടും, കടക്കാരനും കൊടുങ്ങും, കടേന്റെ ലൈസൻസും പോകും. എല്ലാരും കേട്ടോളി, ഞങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരും ഇക്കുറി മത്സരിക്കുന്നുണ്ട്. വോട്ട് പിടിക്കാൻ ഇറങ്ങിയതാ. നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരും മുന്നോട്ട് വരണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുക കളപ്പട്ട. യുവത്വം നേതൃത്വം ഏറ്റെടുത്താല് ഏത് ഉണരാത്ത നാട് ഉണരൂ. ഉണർത്തുന്നതൊക്കെ നല്ലെന്നെ.
പ്രിന്റ് അടിക്കുന്ന സ്ഥലത്തിന്റെയും അടിപ്പിക്കുന്ന ആളിന്റെയും വിലാസം, റീസൈക്കിൾ ലോഗോ, PVC ഇല്ലാത്തത്, അതായത് പുനഃചംക്രമണം ചെയ്യാൻ പറ്റുന്നത്, കാലാവധി എന്നിവ നിർബന്ധമായും വെച്ചോളി. ഇല്ലെങ്കിൽ ആപ്പീസും പൂട്ടി 2000 റുപ്യ ഫൈനും കെട്ടി 6 മാസം വരെ ഉണ്ടിയും നിന്ന് അകത്ത് കിടക്കാം. നാട് നന്നാക്കുവാൻ ഇറങ്ങിയ ആൾക്കാർ എന്തായാലും നാട് വൃത്തിയേടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതെല്ലാം ചെയ്താൽ ആരാ അറിയാനാ? പണ്ടത്തെ കാലമൊന്നുമല്ലേ, ആരെങ്കിലും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാ മതി, അതോടെ തീരൂ. കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിലെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നേരിട്ട് അനുഭവമുള്ള ആളാണ് ഞാൻ. ഒരു കാലത്ത് ഉറുമ്പി പശു ഉൾപ്പെടെ എത്ര എണ്ണ ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റും തിന്ന് വയറ് വീർത്ത് ചത്തുപോയത്. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും സങ്കട. നാട് നീളെ തുണിസഞ്ചികളോ എന്തിന് കല്യാണത്തിന് പോലും വാഴയിലയോ കുടുംബശ്രീന്റെ ഗ്ലാസും പ്ലേറ്റും വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളെ കാക്ക പലപ്പോഴും പട്ടിണിയല്ലേ. നാട്ടിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ കൊത്തിത്തിന്നുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, ഉടുപ്പിലും നടപ്പിലും വലിയ വൃത്തിയായി നടക്കുന്ന മനുഷ്യന്മാരെപ്പോഴാ ശരിയായ വൃത്തിയിലേക്കും വലിച്ചെറിയാത്ത സംസ്കാരത്തിലേക്കും മാറുക എന്ന്. ഈ കാര്യത്തിൽ ഇപ്പോ ഏറെക്കുറെ സമാധാനം. അനുഭവങ്ങളിലൂടെ നിങ്ങൾ നോക്കിക്കോ, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ഫ്ലക്സും പ്ലാസ്റ്റിക് ബോർഡും ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. ഈ ഫ്ലക്സ് പോലെയുള്ള സാധനങ്ങള് 1000 കൊല്ലം കഴിഞ്ഞാലും മണ്ണിൽ അലിയാണ്ട് കിടക്കും പോലും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എല്ലാം കത്തിക്കുമ്പോ ഉണ്ടാകുന്ന പുക കൊണ്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും വരും. എന്തിനും ഫ്ലക്സ് വെക്കുന്ന ശീലം നമ്മൾ ഉപേക്ഷിക്കണം. പ്രളയവും ദുരന്തവും നീന്തിക്കടന്നത് ഫ്ലക്സ് വെച്ചിട്ടല്ലോ. പ്രകൃതി സൗഹൃദ പ്രചരണമാണ് ഇവിടെ നടക്കേണ്ടത്. ഇനി വരുന്ന തലമുറക്കും ഇവിടെ വാസം സാധ്യമാകണം. ഇഞ്ഞു നോക്കിക്കോ കാക്കെ, ഫ്ലക്സിന് അന്ത്യം കുറിച്ച തെരഞ്ഞെടുപ്പെന്നും ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പ് അറിയപ്പെടും. പിന്നെ നാളത്തെ തലമുറയെ കൂടി ഓർത്ത് നന്മയുള്ള പ്രവർത്തനത്തിലും പ്രചരണത്തിലും മുന്നിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ട്. അതൊന്ന് വേറെ തന്നെയാന്നേ. പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം പരിസ്ഥിതി സൗഹൃദമാക്കാം. വരും തലമുറക്ക് കരുതലാകാം. ശുചിത്വ ഹരിത കേരളം മിഷനുകളോടൊപ്പം അണിചേരാം. മറ്റു വാർത്തകൾ കാണാം. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടത് വലത് മുന്നണികൾ ഈഴവരടക്കമുള്ള ഹൈന്ദവരെ അവഗണിച്ചതായി ഹിന്ദു ഐക്യവേദി താലൂക്ക് കമ്മിറ്റി. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സന്തുലനാവസ്ഥയോ നീതിയോ പാലിക്കാതെയാണ് ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളുടെ പാനൽ ഉണ്ടാക്കിയതെന്നും കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 34 വാർഡുകളുള്ള കട്ടപ്പന നഗരസഭയുടെ 7 വാർഡുകളിൽ മാത്രമാണ് ഇടതുപക്ഷ മുന്നണി ഹൈന്ദവരെ പരിഗണിച്ചത്. UDF ആകട്ടെ 6 വാർഡുകളിൽ മാത്രമാണ് പരിഗണന നൽകിയതും. ഇത് ഏത് തരത്തിലുള്ള മതേതരത്വമാണെന്ന് ഇടതു വലത് മുന്നണികൾ വ്യക്തമാക്കണമെന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ ആരോപിച്ചു. ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതിൻ്റെ പട്ടിക പരിശോധിച്ചാൽ ഇടത് വലത് മുന്നണികൾ ഇവിടെ ഏതാണ്ട് തുല്യ പ്രാധാന്യമുള്ള ജനസംഖ്യ വരുന്ന ഹിന്ദു സമൂഹത്തിന് അർഹമായിട്ടുള്ള പ്രാധാന്യമോ പ്രാതിനിധ്യമോ ഒരു രീതിയിലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു മതേതരത്വ സമൂഹത്തിന് ചേർന്നതാണോ എന്ന് ഈ സമൂഹം ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇവിടെ 34 വാർഡുകളുണ്ട് കട്ടപ്പന നഗരസഭയിൽ. ഈ 34 മണ്ഡലങ്ങളിൽ ഹിന്ദു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 7 സ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് ഇരു മുന്നണികളും സ്ഥാനാർത്ഥിയെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ചില പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണ സംവിധാനമാണ് തുടർച്ചയായി ഈ മുനിസിപ്പാലിറ്റിയിലും മറ്റ് പഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും SNDP വനിതാ സംഘം നേതാവുമായ ലീലാമ ഗോപിനാഥിനെ ഇടതുപക്ഷവും മുൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ രാജമ്മ രാജനെ UDFും ഇത്തവണ തഴഞ്ഞത് ഈ അവഗണനയുടെ ഭാഗമാണ്. ഇതിൽ ഹിന്ദു ഐക്യവേദിക്ക് കടുത്ത പ്രതിഷേധമുണ്ടെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു.
വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി MN മോഹനൻ, CK ശശി, CS അക്ഷയ്, പ്രവീൺ അജീഷ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കട്ടപ്പന നഗരസഭയുടെ 9-ാം വാർഡ് പേഴിങ്കവരയിൽ താൻ മത്സരിക്കുന്നത് UDF മുന്നണിയിൽ നിന്നുണ്ടായ അവഗണന കൊണ്ടാണെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഹൈപവർ കമ്മിറ്റി അംഗവും പാർട്ടി മണ്ഡലം പ്രസിഡന്റുമായ ബിജു ഐക്കര. UDF മുന്നണിയുടെ ഭാഗമായ ജേക്കബ് ഗ്രൂപ്പിനോട് കോൺഗ്രസ് അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും ബിജു ഐക്കര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDF മുന്നണി തന്നെ പരിഗണിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ 2 മാസം മുമ്പ് തന്നെ പേഴിങ്കവല വാർഡിൽ പ്രചാരണം ആരംഭിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കളിൽ നിന്നുണ്ടായ സമ്മർദ്ദം മൂലം തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സീറ്റ് നഷ്ടമാവുകയായിരുന്നു. UDF മുന്നണിയുടെ ഭാഗമായ ജേക്കബ് ഗ്രൂപ്പിനോട് കോൺഗ്രസ് അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിലെ ഒരു ഉന്നത നേതാവിന് നൽകാൻ വേണ്ടി അവരുടെ ശക്തമായ പ്രേരണ മൂലമാണ് കോൺഗ്രസ് പാർട്ടി സീറ്റ് അവർക്ക് വിട്ടു നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെ നിരവധിയായ സീറ്റുകളിലൂടെ ആവശ്യപ്പെട്ടു. ആദ്യം 14 ചോദിച്ചു, അവസാനം 9 ആക്കി. അത് ലാസ്റ്റ് ജോസഫ് സാറിനെ വളരെയധികം തെറ്റിദ്ധരിപ്പിച്ച് ഇടുക്കി DCC ഓഫീസിന്റെ മുമ്പിൽ സത്യാഗ്രഹം വരിയിരുത്തി 8 സീറ്റ് മേടിച്ചു. അതിനകത്തൊന്നും താല്പര്യമില്ലാതെ ഒരു പാർട്ടിയുടെ ബാർഗൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവരുടെ സീറ്റ് മേടിക്കാനുള്ള അവകാശമുണ്ട്. അത് മേടിക്കുന്നതിനകത്ത് നമുക്ക് തർക്കമില്ല. പക്ഷേ മറ്റ് ഘടകകക്ഷികളെ ഒഴിവാക്കിക്കൊണ്ട് ഈ സീറ്റ് മേടിച്ചെടുത്തപ്പോൾ ആ സീറ്റിൽ മാന്യമായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള ആർജവമെങ്കിലും PJ ജോസഫിന്റെ പാർട്ടി കാണിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു വിഷമം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളുള്ളതിൽ നമുക്കുണ്ട്. കാരണം 8 സീറ്റ് മേടിച്ചെടുത്ത പേഴിങ്കവലയിൽ ഈ ഒരു സ്ഥിതിയിൽ പേഴിങ്കവല വാർഡിൽ ഞാൻ മത്സരിക്കുന്ന വാർഡിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി. പള്ളിക്കോല വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റേണ്ട ദയനീയമായ ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ 3-ാം വാർഡിൽ ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടായി. 5-ാം വാർഡിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ആദരണീയനായിരുന്ന ജോണി മൂവ്മെന്റത്തിന്റെ മകനെ കൊണ്ടുപോയി അവിടെ ഒരു ബലിയാടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. വളരെ ഭയാനകമായ ദയനീയമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ജോസഫ് ഗ്രൂപ്പ് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയ ജോസഫ് ഗ്രൂപ്പ് നേതാവിനെ വാർഡിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞതോടെ ഇയാൾ മത്സരിക്കാതെ പിന്മാറുകയായിരുന്നു. പകരം അവിടെ മത്സരിപ്പിക്കുവാൻ യോഗ്യരായവരെ ജോസഫ് ഗ്രൂപ്പിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഗ്രൂപ്പ് നേതാക്കന്മാർ പലരും പരാജയഭീതി മൂലം ഒഴിഞ്ഞുമാറി. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി മത്സരിച്ച വ്യക്തിയെ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ഈ സീറ്റ് അവർക്ക് നൽകിയതിനു പിന്നിലെ സാഹചര്യങ്ങൾ പാർട്ടി നേതാക്കൾ വിലയിരുത്തേണ്ടതാണ്. വാർഡിലെ വോട്ടർമാരെ നേരിൽ കണ്ട് അവരുടെ താൽപര്യപ്രകാരമാണ് താൻ മത്സരിക്കുന്നതെന്നും ബിജു ഐക്കര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വരിക്കമുത്തനിൽ കുടിവെള്ളം കിട്ടാക്കനിയായി 50ഓളം കുടുംബങ്ങൾ. കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളവും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും പ്രദേശത്ത് ഒരുക്കിയെങ്കിലും പദ്ധതിയുടെ പ്രയോജനം വേണ്ടവിധം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 17-ാം വാർഡിൽ 2005-ൽ വരിക്കമുത്തനിൽ നിർമ്മിച്ച കുളവും മോട്ടോർപുരയുമാണ് കാട് കയറി നശിക്കുന്നത്. വരിക്കമുത്തനിൽ നിർമ്മിച്ച കുളത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തുള്ള വിയറ്റ്നാം കോളനിയിൽ കുടിവെള്ള ടാങ്കിൽ വെള്ളം എത്തിച്ച് അവിടെ നിന്നും വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയാണ് ലക്ഷങ്ങൾ മുടക്കി കുളവും വാട്ടർ ടാങ്കും നിർമ്മിച്ചത്. എന്നാൽ പദ്ധതി ആരംഭിച്ച് 1 മാസക്കാലം മാത്രമാണ് വിയറ്റ്നാം നിവാസികൾക്ക് കുടിവെള്ളം ലഭിച്ചത്. കുളവും മോട്ടോർപുരയും ഗ്രാമപഞ്ചായത്താണ് നിർമ്മിച്ചതും. കുളത്തിൽ നിന്നുള്ള 1 കിലോമീറ്റർ ദൂരത്തേക്കുള്ള പൈപ്പും വാട്ടർ ടാങ്കും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പണി കഴിപ്പിച്ചത്. ഈ കാണുന്നത് വിയറ്റ്നാം എന്ന ഭാഗത്തേക്ക് നമ്മുടെ തൊട്ടുമേലുള്ള വിയറ്റ്നാം എന്ന സ്ഥലത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നതായി നിർമ്മിച്ചൊരു കുളമാണ്. അതിൽ മോട്ടറും സാധനങ്ങളും എല്ലാം ഉണ്ട്. ഒരു 15 വർഷത്തിന് മേളിലായി ഇത് നിർമ്മിച്ചിട്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ അതുകൂട്ട് ഇവിടുത്തെ മെമ്പർമാരുടെ ഒക്കെ അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ മുടങ്ങിക്കിടക്കുന്നത്. പലവട്ടം പലരും ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്തു തരാം എന്ന് പറഞ്ഞതല്ലാതെ ഇത് ചെയ്തു കൊടുക്കാൻ അവർ ഇതുവരെ താല്പര്യപ്പെട്ടിട്ടില്ല. 1 കിലോമീറ്റർ ദൂരെ വരുന്ന പൈപ്പുകൾ സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. 5 HP-യുടെ മോട്ടോർ ഇപ്പോഴും കുളത്തിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. വിയറ്റ്നാം കുടിവെള്ള പദ്ധതി നിലച്ചതോടെ വിയറ്റ്നാം നിവാസികളായ 50ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുമില്ലാതായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രതീക്ഷയർപ്പിച്ച കുടിവെള്ളത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. ലാജി പ്ലാത്തോട്ടം, ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ണപ്പുറം.
മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലകൾ തുറന്നു നൽകിയതോടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട കേന്ദ്രം ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളെ നേരിൽ കാണുന്നതിനാണ് സഞ്ചാരികൾ മല കയറി ഇവിടേക്കെത്തുന്നത്. മരം കൊച്ചുന്ന തണുപ്പുള്ള ഡിസംബറിൽ മൂന്നാർ കൂടുതൽ മനോഹരിയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് തെക്കിന്റെ കാശ്മീരിലേക്ക് എത്തുവാൻ ഏറ്റവും ഇഷ്ടവും ശൈത്യകാലത്ത് തന്നെയാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി സ്ഥലങ്ങൾ ഇവിടെയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലെ രാജമലയിലേക്കാണ്. വരയാടുകളെ കാണുന്നതിനും ചിത്രങ്ങൾ പകർത്തുന്നതിനും നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നതും. കഴിഞ്ഞ സീസണിൽ 5,13,665 സഞ്ചാരികൾ ഇവിടെയെത്തി മടങ്ങിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും. സഞ്ചാരികളെ കണ്ട് പരിചയമായ ഇവയ്ക്കിപ്പോൾ പേടിയില്ല. പുൽമേടുകളിൽ നിന്നും താഴേക്കിറങ്ങി വരാത്ത വരയാടുകൾ ഇപ്പോൾ കൂട്ടമായി റോഡരികിലുമെത്തും. ഇത് ആരെയും ആകർഷിക്കുന്ന കാഴ്ചയുമാണ്. വരയാടുകളെ അടുത്തു കാണുവാൻ കഴിയുന്നതിന്റെ സന്തോഷം സന്ദർശകർക്കുമുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് വരയാടിനെല്ലാം കാണാൻ പറ്റും. രാജമെല്ലാം ഇറങ്ങി നല്ല ക്ലൈമറ്റാണ്, നല്ല എക്സ്പീരിയൻസ്. ആദ്യം പക്ഷേ വരയാടുകളെല്ലാം ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ അടുത്ത് തന്നെ റോഡിനടുത്തെല്ലാം ഇറങ്ങി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത്. நார்மலாக ஒரு 2 நாள் அது வந்து சென்னையில் இந்நேரத்துக்கு நல்லா ரொம்ப ஹாட்டாக இருக்கும். பட் இங்கே வந்து கிளைமேட்லாம் செம்மையாக இருக்குது வரதுக்கு. அப்புறம் இந்த மலையெல்லாம் பார்க்குறது, ரோட்டில் வரதுலாம் ரொம்ப த்ரில்லிங்காகவே இருக்குது. മുമ്പൊക്കെ സഞ്ചാരികളുടെ സാന്നിധ്യമറിഞ്ഞാൽ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന വരയാടുകൾ ഇപ്പോൾ സന്ദർശകർക്കൊപ്പം നിൽക്കും. അവർക്കിടയിൽ ചിത്രങ്ങൾ പകർത്തുവാൻ നിന്നുകൊടുക്കും. എന്നാൽ വരയാടുകളെ തൊടുന്നതിന് കർശന വിലക്കാണ് ഇവിടെയുള്ളത്. നിരീക്ഷണത്തിനായി വാച്ചർമാരെയും നിയമിച്ചിട്ടുണ്ട്. വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായി വലിയ നിയന്ത്രണങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണ 111 വരയാട്ടിൻ കുട്ടികൾ പിറന്നതായാണ് കണക്ക്. ഉദ്യാനത്തിലാകെ 223 ആടുകളുണ്ടെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇടുക്കി വിഷൻ ന്യൂസ്, മൂന്നാർ. വണ്ടിപ്പെരിയാറിൽ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയ എം രവിയെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കി. 18-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എം രവി മത്സരരംഗത്ത് വന്നതാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ടൗൺ വാർഡായ 18-ൽ UDF വാർഡ് പ്രസിഡന്റായിരുന്നു എം രവി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എം രവി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ UDFൽ അതൃപ്തിയായി. കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുകയാണ് എന്ന് ആദ്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു. എന്നാൽ വാർഡ് മുസ്ലിം ലീഗ് പീരുമേട നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ TH അബ്ദുൾ സമദാണ് UDF സ്വതന്ത്രനായി മത്സരിക്കുന്നത്. പാർട്ടിയുമായി യാതൊരുവിധ ആലോചനയും നടത്താതെയാണ് രവി നാമനിർദ്ദേശ പത്രിക നൽകിയതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വന്നത് സംഘടനാവിരുദ്ധ പ്രവർത്തനമാണെന്നും പാർട്ടി പറയുന്നു. ഇതോടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പുറത്താക്കിയ വിവരം മണ്ഡലം പ്രസിഡന്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. എന്നാൽ തന്നോട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നോ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നോ പാർട്ടി ആവശ്യപ്പെട്ടില്ല എന്നും എം രവി പറഞ്ഞു. കമ്മിറ്റിയിലെ മേൽക്കടവും ഒറ്റ പേരാണ് പറഞ്ഞ് രവിയാണ് സ്ഥാനാർത്ഥി. ജില്ലാ കമ്മിറ്റിക്ക് പോലും രവിയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഭാഗം വരെ UDFന്റെ സ്ഥാനാർത്ഥി ഇന്നതാണെന്ന് പാർട്ടിയുടെ താഴെ നേതാക്കന്മാരും പറഞ്ഞില്ല. അതാണ് സത്യം. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്ന ലാസ്റ്റ് ഭാഗം വരെ. UDFന്റെ സ്ഥാനാർത്ഥി ആരാന്ന് പോലും അവിടുത്തെ വാർഡ് പ്രസിഡന്റിലേക്ക് എനിക്കറിയത്തില്ല. സത്യം അതാണ്. ലാസ്റ്റ് ഭാഗം ഞാൻ എനിക്ക് നോമിനേഷൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈപ്പറ്റിച്ചിരുന്നത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വേറെ ആർക്കെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിൽ പിൻവലിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ തീരുമാനമെടുത്തത്. പിൻവലിക്കേണ്ട ഒരാളല്ല, പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരു വാക്ക് ഇവർ മുന്നേ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് എടുത്ത് വയ്ക്കത്തില്ലായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അവിടുത്തെ ജനങ്ങൾ എൻ്റെ കൂടെ ഒപ്പമുണ്ട്. അവരുടെ വിശ്വാസം എൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ ഞാൻ മത്സരിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി. കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. കാഞ്ചിയാർ കൽത്തൊട്ടി മുല്ലക്കൽ തന്റെ ഭാഗത്താണ് 20ഓളം കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാനായി വാങ്ങിയ വാട്ടർ ടാങ്ക് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. കൽത്തൊട്ടി മുല്ലക്കൽ തണ്ട് ഭാഗത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാവുകയാണ്. രാത്രികാലങ്ങളിൽ മദ്യപാനം നടത്തിയതിനു ശേഷം സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്.
20ഓളം കുടുംബങ്ങൾക്കായി പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഒരു കുടിവെള്ള പദ്ധതിയുണ്ട് ഇവിടെ. വെള്ളം ശേഖരിക്കുന്നതിനായി വാട്ടർ ടാങ്ക് പഞ്ചായത്ത് നേരത്തെ അനുവദിച്ചു നൽകിയിരുന്നു. ഇതിൽ 5000 ലിറ്റർ വെള്ളം മാത്രമാണ് ശേഖരിക്കുവാൻ കഴിഞ്ഞതും. ഈ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പുകൾ കഴിഞ്ഞ ദിവസം ആരൊക്കെയോ ചേർന്ന് അടിച്ചു തകർത്തിരുന്നു. പിന്നീട് നാട്ടുകാർ പിരിവെടുത്താണ് പൈപ്പുകൾ നന്നാക്കിയതും. 5000 ലിറ്റർ വെള്ളം തികയാതെ വന്നതോടെ 5000 ലിറ്ററിന്റെ മറ്റൊരു ടാങ്കും കൂടി പഞ്ചായത്ത് അനുവദിച്ചു നൽകി. ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യ വിരുദ്ധർ ടാങ്ക് തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ആളിയൻ ഒരാൾ ഇവിടെ വന്നായിരുന്നു പുതിയെത്താനായിട്ട് പോകാനായിട്ട്. ഞങ്ങൾ മുന്നേ വരുമ്പോഴാണ് ഈ ജാറ് കത്തി ഇവിടെ കിടക്കുന്നത്. ഉടൻ തന്നെ ആളിയ എന്നോട് പറഞ്ഞു, ആളിയ ഇതുപോലെ ജാറ് ആരാണ്ട് കത്തിച്ചെന്ന് പറഞ്ഞു. ഇത് ചേർന്നായിരുന്നു സാറേ. അത് പിന്നെ ഇങ്ങോട്ട് മാറ്റിയവർ ഉടൻ തന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഈ വീടെല്ലാം നശിച്ചു പോയാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ആരോടും പറയാനൊരു ഇതുമില്ല. ആരോട് പറയാനാ? മേളിലൊരു ഇതുപോലൊരു ടാങ്ക് ഞങ്ങൾ മേളിൽ വെച്ചായിരുന്നു. അതാരാണ്ട് തല്ലി പൊട്ടിച്ച് അത് പിന്നെ അളിയുമ്പോൾ തന്നെ പൈസ കൊടുത്തിട്ട് അത് നന്നാക്കി വെച്ചു. ഇപ്പോൾ അത് അവിടെ നിന്നും പോലും വെള്ളം കിട്ടുന്നില്ല. എന്നാ ചെയ്യാനാ സാറേ? ഒരു മാർഗ്ഗമില്ല. ഈ സാമൂഹ്യ വിരുദ്ധ ശല്യം ഭയങ്കരമാണ്. അത് ഇതിനൊരു പൂട്ട് പോലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് വെക്കാൻ പറ്റിയില്ല. അതുപോലെ നിവർത്തിയിട്ട് നിൽക്കുകയാണ്. എന്നാ ചെയ്യുന്നേ? രാത്രിയുടെ മറപിടിച്ച മുല്ലയ്ക്കൽ തണ്ട് ഭാഗം മദ്യപാനികൾ താവളമാക്കിയിരിക്കുകയാണ്. മദ്യപിച്ചതിനു ശേഷം ഒഴിഞ്ഞ മദ്യക്കുപ്പികളും മറ്റും ധാരാളം വഴിയരികിൽ കിടപ്പുണ്ട്. രാത്രിയായാൽ ഒരു ഒച്ച കേട്ടാൽ പുറത്തിറങ്ങി നോക്കുവാൻ പോലും നാട്ടുകാർക്ക് ഭയമാണ്. പ്രായമായവരും അസുഖബാധിതരുമുള്ള മേഖലയാണ് ഇവിടം. കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശം കൂടിയാണ് മുല്ലയ്ക്കൽ തണ്ട് ഭാഗം. അതുകൊണ്ടാണ് കുഴൽക്കിണർ നിർമ്മിച്ച് പഞ്ചായത്ത് മുൻകൈയെടുത്ത് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചു നൽകിയതും. ഇത് 20ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായി. ഈ പദ്ധതിയാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതും. രാത്രികാലങ്ങളിൽ ഇവിടെ പോലീസ് പെട്രോളിംഗ് വേണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. വാട്ടർ ടാങ്ക് നശിപ്പിച്ചവരെ കണ്ടുപിടിച്ച നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. NK രാജേഷ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. കാഞ്ഞാർപടി മരുതമ്പാറത്തണ്ട് റോഡിനോട് ത്രിതല പഞ്ചായത്തുകളുടെ അവഗണന. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ 3-ാം വാർഡ് ഉൾപ്പെടുന്ന മേഖലയാണ് മരുതമ്പാറത്തണ്ട്. പൂർണ്ണമായും യാത്രായോഗ്യമല്ലാത്ത റോഡിൽ കാൽനട യാത്ര പോലും ഏറെ ദുരിതപൂർണമാണ്. മരുതുപാറത്തണ്ടിൽ ജനങ്ങൾ താമസിക്കുവാൻ തുടങ്ങിയിട്ട് 45 വർഷത്തിലേറെയായി. കരിമ്പിൽ നിന്നും മരുതുപാറത്തണ്ടിലേക്കുള്ള യാത്രയാണ് ദുഷ്കരം. ഫ്രണ്ട് വീലുള്ള ജീപ്പുകൾ പോലും കടന്നു ചെല്ലുവാനാവാത്ത വിധം അവികസിതമായ സ്ഥലത്താണ് നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി താമസിക്കുന്നത്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഈ മേഖലയിൽ നിന്നും നിരവധി കുടുംബങ്ങൾ ഇതിനോടകം വീടുകൾ ഉപേക്ഷിച്ചുപോയി. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയും നാട്ടുകാർ ശ്രമദാനമായി നിർമ്മിച്ചതുമായ റോഡാണ് നിലവിൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നതും. ഈ റോഡ് ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാത്രവുമല്ല, കുടിവെള്ളക്ഷാമവും വേനൽക്കാലങ്ങളിൽ ഈ മേഖലയിൽ രൂക്ഷമാണ്. കാഞ്ഞാർപടി മരുതുപാറത്തണ്ട് റോഡ്, ഈ റോഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 40-45 വർഷത്തിന് മുകളിൽ ഇവിടെ താമസിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഈ റോഡൊന്നും ശരിക്കും പൂർത്തീകരിച്ച് തന്നിട്ടില്ല. അത് ഞങ്ങൾക്കൊരു രോഗിനെ കൊണ്ട് ഇറങ്ങി പോകണമെങ്കിൽ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വരാനും ബുദ്ധിമുട്ട്. പ്രായം ചെന്നവർക്കാണെങ്കിലും ഈ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടി പോയപ്പോൾ റോഡ് മൊത്തം കുത്തി ഒലിച്ച് പോയിട്ട് ഞങ്ങൾ തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പണിയത്ത റോഡാണിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ഞങ്ങൾക്ക് റോഡ് ഉണ്ടാക്കി തന്നെ, കുടിവെള്ളം വേണം, അതുപോലെ ഇവിടെ യാത്രാ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നെ. നിർധനരായ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നതും. എന്നാൽ പഞ്ചായത്ത് ഭരിച്ച ഭരണസമിതികളും വാർഡിലെ മെമ്പർമാരും ഈ പ്രദേശത്തോട് അവഗണന കാണിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്തെ ജനങ്ങളോടും ഈ റോഡിനോടും കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം അവഗണനയാണ്. ഞങ്ങളെല്ലാവരും ഇവരോട് പറയുകയും ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്യുന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങളുടെ അനുഭവം. ഇന്നവർ ഈ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു കാര്യവും ചെയ്തു തന്നിട്ടില്ല. അടിയന്തരമായി യാത്രായോഗ്യമായ വഴിയും കുടിവെള്ള സംവിധാനവും ഒരുക്കി തരണമെന്നാണ് മരുതുപാറത്തണ്ട് നിവാസികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി. ഇനി ബിസിനസ് വാർത്തകൾ. ഹൈറേഞ്ച് മേഖലയിലും വാഹനങ്ങളുടെ സെറാമിക് കോട്ടിങ്ങിന് അവസരമൊരുക്കി അടിമാലിയിലെ എക്സ്പ്രസ് കാർ വാഷ് സെന്റർ. അടിമാലി പാൽക്കോ പമ്പിന് സമീപം പ്രവർത്തിച്ചു വരുന്ന കാർ വാഷ് സെന്ററിൽ തന്നെയാണ് ഇതിനായി എക്സ്പ്രസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയും ക്രമീകരിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ തിളക്കവും പുതുമയും നിലനിർത്താൻ സെറാമിക് കോട്ടിങ്ങിലൂടെ സാധിക്കുമെന്നതാണ് ഈ പോളിഷിംഗ് രീതിയുടെ പ്രത്യേകത. വാഹനങ്ങളുടെ തിളക്കവും പുതുമയും നിലനിർത്തുന്ന സെറാമിക് കോട്ടിങ്ങിന് അടിമാലിയിലും അവസരമൊരുക്കുകയാണ് കാർ വാഷിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന അടിമാലിയിലെ എക്സ്പ്രസ് കാർ വാഷ് സെന്റർ. ഇതിനായി സെന്ററിൽ തന്നെ എക്സ്പ്രസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു.
പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളും ടാറും മറ്റും നീക്കം ചെയ്ത വാഹനങ്ങൾ പുതുമയോടെ തിളങ്ങാൻ സെറാമിക് കോട്ടിംഗ് സഹായകരമാണ്. എക്സ്പ്രസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ 5 വർഷ വാറണ്ടിയോടെയാണ് പോളിഷിംഗ് ചെയ്തു നൽകുന്നതും. എക്സ്പ്രസ് കാർ വാഷ് എന്ന സ്ഥാപനം ഏകദേശം 2 കൊല്ലത്തോളമായി ഇവിടെ കടന്നു വരുന്നുണ്ട്. കല്ലാവട്ടി റോഡിൽ പാലക്കുപ്പത്തിന് സമീപം. അതിനോടനുബന്ധമായി നമ്മുടെ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പുതുമ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പോളിഷിങ്ങിൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയായ സെറാമിക് കോട്ടിംഗ് ആണ് നമ്മൾ അടിമാലിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ നമുക്കിപ്പം ഇത് ഏകദേശം ഒരു 2 വർഷത്തോളം അടുത്ത് പഴക്കം വരുന്ന വണ്ടിയാണ്. നമ്മുടെ ഷോറൂം കണ്ടീഷനേക്കാൾ പുതുമയോട് കൂടി ഇതിൻ്റെ തിളക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതാണ് സെറാമിക് കോട്ടിംഗ്. അതിൻ്റെ പ്രത്യേകതകൾ ഇതിന് ഏകദേശം ഒരു 5 വർഷം വാറണ്ടി നമ്മൾ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ ഇനി മറ്റ് കറകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേഡ് ഡ്രോപ്പിംഗ് അതേപോലെ ടാർ അങ്ങനെയുള്ളതും ബോഡി പെയിന്റിലേക്ക് ഒരിക്കലും ഇത് പിടിക്കുന്നില്ല. അതാണ് സെറാമിക് കോട്ടിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ കൂടാതെ ഈ ഒരു ഗ്ലോസി ഫിനിഷ് നമ്മൾ ഒരു 5 വർഷം വരെ വാറണ്ടി പറയുന്നതുകൊണ്ട് അത്രയും ടൈം ഇതിന് ആ ഒരു കാലയളവിൽ ഈ ഗ്ലോസി ഫിനിഷ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. 5000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള നിരക്കിൽ സെറാമിക് കോട്ടിംഗ് നടത്തുവാൻ എക്സ്പ്രസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ അവസരമുള്ളതായി എക്സ്പ്രസ് കാർ വാഷ് മാനേജ്മെന്റ് അറിയിച്ചു. ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് സെറാമിക് കോട്ടിംഗ് ചെയ്യുന്നതിന് നമുക്കൊരു 30,000-40,000 എന്നുള്ള റേഞ്ച് പുറത്ത് നമ്മൾ വരുന്നുണ്ട്. നമുക്ക് എറണാകുളം മറ്റൊരു തുടങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏകദേശം അതിലും റേറ്റ് കുറയട്ടെ. നോർമൽ പോളിഷിംഗ് സൈഡുണ്ട്. 5000 രൂപ മുതൽ ഏകദേശം ഒരു 40,000 രൂപയുടെ പോളിഷിംഗാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ മറ്റ് കാർ വാഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ഫോം വാഷിംഗ് ഉണ്ട്. അതേപോലെ അണ്ടർ ബോഡി കോട്ടിങ് അതും വാറണ്ടിയോട് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്റീരിയർ ക്ലീനിങ് ഉണ്ട്. പിന്നെ കാറിന്റെ പോലെ തന്നെ നമുക്ക് 2 വീലർ അതേപോലെ ഹെൽമെറ്റ് ഇതൊക്കെ നമുക്ക് സെറാമിക് കോട്ടിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. കാറുകൾക്ക് പുറമെ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റുകൾക്കും എക്സ്പ്രസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലൂടെ സെറാമിക് കോട്ടിംഗ് നടത്താവുന്നതാണ്. കാറുകളും മറ്റും പരമാവധി 3 ദിവസം കൊണ്ട് സെറാമിക് കോട്ടിംഗ് നടത്തി എക്സ്പ്രസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലൂടെ തിരികെ നൽകും. സെറാമിക് കോട്ടിംഗിന് പുറമെ പോളിമർ കോട്ടിംഗ്, പെയിന്റ് പ്രൊട്ടക്ഷൻ തുടങ്ങിയ മറ്റ് പോളിഷിംഗ് രീതികളും എക്സ്പ്രസ് കാർ വാഷിന്റെ എക്സ്പ്രസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. ഇനി കമ്പോള വില നിലവാരം. കമ്പോള നിലവാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. കമ്പോള നിലവാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ഇനി സ്വർണം വെള്ളി വിപണി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ജുവലേഴ്സ് മെഗാ എക്സ്ചേഞ്ച് മേള. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയതോ പുതിയതോ ആയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഇതാ കേരള ജ്വല്ലറിയുടെ പുതിയ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങാം. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. കേരള ജുവലേഴ്സ്, കട്ടപ്പന, നെടുങ്കണ്ടം, അണക്കര. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള ജുവലേഴ്സ് മെഗാ എക്സ്ചേഞ്ച് മേള. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയതോ പുതിയതോ ആയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഇതാ കേരള ജ്വല്ലറിയുടെ പുതിയ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങാം. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. കേരള ജുവലേഴ്സ്, കട്ടപ്പന, നെടുങ്കണ്ടം, അണക്കര. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.